ഓം നമഃശിവായ. രാവികയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജപമാലയാണ്. നമ്മളുടെ പ്രോഡക്റ്റായ ജപമാല ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോഴും മറ്റും സുരക്ഷിതമാം വിധം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റ് വെയ്റ്റ് ആയുള്ള ബോക്സിലാണ്. നിങ്ങൾക്ക് ഈ ബോക്സിൽ തന്നെയോ മരത്തിൻ്റെ പെട്ടികളിലോ പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. ഞങ്ങൾ ജപമാലയോടൊപ്പം അതിൻ്റെ ഉപയോഗക്രമങ്ങളും ചിട്ടവട്ടങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. രുദ്രാക്ഷം ശുദ്ധീകരിക്കേണ്ടുന്ന വിധം മുൻ വീഡിയോയിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട്. സംശയമുള്ളവർ അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ജപമാല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ജപമാല ഇല്ല. ഒരേ ജപമാല തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാം. കഴുത്തിലണിയുന്ന മാല ജപിക്കുവാനോ ജപിക്കുന്ന മാല കഴുത്തിലണിയാനോ പാടുള്ളതല്ല. ജപമാലയിൽ 108 രുദ്രാക്ഷമണികളും ഏറ്റവും നടുഭാഗത്തായി ഗുരുരുദ്രാക്ഷവും ഉണ്ടായിരിക്കുന്നതാണ്. ജപമാല വാങ്ങുന്നതിന് മുൻപ് 108 രുദ്രാക്ഷമണികളും ഗുരുരുദ്രാക്ഷവും ഉണ്ടോ എന്ന് നോക്കുക. ജപമാല ഉപയോഗിക്കുന്നവർ ഒരിക്കലും ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ജപിക്കുവാൻ പാടുള്ളതല്ല. ഗുരുരുദ്രാക്ഷം കഴിഞ്ഞുള്ള രുദ്രാക്ഷമണികൾ തൊട്ട് മുൻപോട്ട് വേണം നമ്മൾ ജപമാല ജപിക്കുവാൻ. 108 എണ്ണം എത്തുമ്പോൾ വീണ്ടും ജപമാല തിരിച്ചു പിടിച്ച് മുൻപോട്ട് തന്നെ ജപിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും പുറകോട്ട് ജപിക്കാൻ പാടുള്ളതല്ല. ജപമാല ജപിക്കുമ്പോൾ ഒരിക്കലും ജപമാല നിലത്ത് സ്പർശിക്കുവാനോ നമ്മുടെ കാലുകളിലും മറ്റും സ്പർശിക്കുവാൻ പാടുള്ളതല്ല. ജപമാല പിടിക്കുന്നത് എപ്പോഴും ഒരു കൈകൊണ്ട് നമ്മുടെ നെഞ്ചിനോട് അഭിമുഖമായി പിടിച്ച് മറുകൈയിൽ രുദ്രാക്ഷത്തിനെ ഉൾക്കൊണ്ട് വേണം ജപിക്കേണ്ടത്. ജപമാല ജപിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സ് പോവാതെ ജപിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. അഥവാ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ എത്രാമത്തെ തവണയാണോ ജപം മുടങ്ങിയത് ആ തവണ ആദ്യം മുതൽ ജപിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നമുക്ക് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ജപിച്ചുകൊണ്ട് വേണം ജപമാല ജപിക്കുവാൻ. ജപമാല ജപിക്കുന്നവർ രുദ്രാക്ഷമാല കഴുത്തിലണിയുകയോ രുദ്രാക്ഷ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ജപത്തിന് കൂടുതൽ ശക്തി പകരുന്നു. നിത്യവും രാവിലെയും വൈകുന്നേരവും കുളി കഴിഞ്ഞ് രുദ്രാക്ഷവും ധരിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നവർക്ക് തീർച്ചയായും സദാശിവപ്രീതി ഉണ്ടാകും. മാത്രമല്ല അവരുടെ സകല പാപങ്ങളും നശിക്കുകയും അവസാനം മോക്ഷപ്രാപ്തിക്ക് അർഹരായി തീരുകയും ചെയ്യും. ഇക്കാര്യം തീർച്ചയാണ്. രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ശിവനാമം ജപിക്കുന്ന ഒരു ഭക്തന്റെ കുടുംബാന്തരീക്ഷം ഐശ്വര്യപ്രദവും സമാധാനപൂർണവും ആയിരിക്കും. ദാരിദ്ര്യം ആ ഭവനത്തിൽ ഉണ്ടായിരിക്കുകയില്ല. കാരണം ഭക്തവത്സലനായ ശ്രീശങ്കരൻ അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെ ക്ഷേമകാര്യങ്ങളിൽ സദാ ശ്രദ്ധാലുവാണ്. അതിനാൽ എല്ലാ പേരും ശ്രീ പരമേശ്വരന്റെയും ജഗദീശ്വരിയായ ശ്രീ പാർവതിയുടെയും അനുഗ്രഹത്തിനായി പ്രയത്നിക്കേണ്ടതാണ്.